عليه وسلم إن الله قد حرم الجنة على كل جسد أكل الحرام إلى آخر الحديث. شفيعنا رسول الله. പതിമക്കത്താക്കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധ നൂറിൻ വഴികൾ കണ്ടു. പരിശുദ്ധ നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലും പൂമുഖമിന്നെൻ്റെ കൽബിൽ കണ്ടു. മക്ക മണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. മനസ്സിന്റെ കണ്ണ് തുറന്ന് ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാരഭൂമി കണ്ടു. അറിവിന്റെ കേദാരഭൂമി കണ്ടു. ബഹുമാനാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച നാം ഇവിടെ ഒരുമിച്ച് കൂടി. ഇതുപോലെ നാളെ അല്ലാഹുവിന്റെ അനുഗ്രഹീത സ്വർഗത്തിലും അല്ലാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും പരിശുദ്ധമായ ദിവസത്തിന്റെയും മാസത്തിന്റെയും ബറക്കത്ത് കൊണ്ട് അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഈ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ഖബറാളികൾക്കും അല്ലാഹുവേ നീ അവന്റെ കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കണം റഹ്മാനെ. ദുനിയാവിൽ അവരിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ വീഴ്ചകളും പാകപ്പിഴവുകളും പോരായ്മകളും നീ പരിഹരിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാവരുടെയും ഈമാൻ നീ പ്രകാശിപ്പിക്കുന്ന റബ്ബേ, ഇസ്സത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണ റഹ്മാനെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ലോകം കണ്ട ഒരു വലിയ ആഘോഷമായിരുന്നു കഴിഞ്ഞ ഡിസംബർ 25. കേരളത്തിൽ 152 കോടിയിലധികം രൂപയുടെ മദ്യം വിറ്റഴിഞ്ഞ സർവകാല റെക്കോർഡുകൾ വലിച്ചെറിഞ്ഞ ഒരു ആഘോഷം കൂടിയായിരുന്നു ഈ കഴിഞ്ഞത്. പേരുപോലെ തന്നെ ചാലക്കുടി എന്ന ഇസ്മും മുസമ്മയും ഒത്ത സ്ഥലം തന്നെയാണ് ഇപ്രാവശ്യവും ഏറ്റവും കൂടുതൽ ക്രിസ്മസിന് മദ്യം വിൽപ്പന നടത്തിയ സ്ഥലം. അല്ലാഹു തആല ജനങ്ങൾ മാറി ചിന്തിക്കുന്ന ഒരിടത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും മുസ്ലിം സമുദായങ്ങൾ താമസിക്കുന്ന നാടുകളല്ല മുൻപന്തിയിൽ. ചാലക്കുടിയും ചങ്ങനാശ്ശേരിയും അതുപോലെ മറ്റൊരു സ്ഥലവുമാണ്. സാധാരണ ഇതുപോലെയുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ നമ്മൾ കാണാറുണ്ട് മലപ്പുറവും പൊന്നാനിയും കോഴിക്കോടും കണ്ണൂരും. എന്നിരുന്നാൽ തന്നെയും മനുഷ്യൻ കുറെ അനുഭവത്തിലൂടെ പാഠങ്ങൾ ഉൾക്കൊള്ളാനും ചിന്തിക്കാനും കഴിവുള്ളവരായി മാറിയിരിക്കുന്നു. എന്നാലും കേരളം എന്നത് ഇന്ത്യ രാജ്യത്തെ സാക്ഷരതയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിലാണ് ഇന്ത്യ കണ്ട ഇത്രയും വലിയ ഈ രാജ്യത്ത് ഏറ്റവും വിദ്യാഭ്യാസ സമ്പന്നതയിൽ 1-ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന, സാക്ഷരതയിൽ 1-ാമത് നിൽക്കുന്ന കേരളത്തിലെ പ്രബുദ്ധരാണ് മലയാളികളാണത്രേ ഏറ്റവും കൂടുതൽ മദ്യം കുടിച്ചു തീർത്തത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു ഹദീസ് വളരെ പ്രസിദ്ധമാണ്. ഹറാമായത് ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നല്ലാഹ ഖദ് ഹറമൽ ജന്ന അലാ കുല്ലി ജസദി അഖ്ലിൽ ഹറാം. ഹറാം കഴിക്കുകയോ കുടിക്കുകയോ ചെയ്ത ശരീരത്തിന് സ്വർഗത്തെ അല്ലാഹു തആല നിഷിദ്ധമാക്കിയിരിക്കുന്നു. സ്വർഗത്തിൽ അവൻ കടക്കില്ല. ശഫീഉനാ റസൂലുള്ളാഹി. ജീവിതത്തിൽ മനുഷ്യന് സഹജമായി തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. മനുഷ്യന് തെറ്റുകൾ സംഭവിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ്
അതിന്റെ ഒരു പോംവഴി എന്നോണം അല്ലാഹു തആല തൗബയെ ഈ ഭൂമിയിൽ എന്താണ് അല്ലാഹു തആല വിധിച്ചത്. ഏതൊരു മനുഷ്യന്റെയും തൗബയെ സ്വീകരിക്കാൻ പ്രാപ്തനായിട്ടാണ് അല്ലാഹു തആല ദുനിയാവിൽ ഇന്നല്ലാഹ യതൂബു ലിഅബ്ദിഹി, അല്ലാഹു തആല അടിമയുടെ തൗബ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? മനുഷ്യനാണ്, സാഹചര്യങ്ങൾ കൊണ്ട് തെറ്റുകൾ ചെയ്യും, സ്വാഭാവികമാണ്. അതുകൊണ്ട് തെറ്റ് ചെയ്യുന്ന അടിമ തൗബ ചെയ്തു കഴിഞ്ഞാൽ തൗബ സ്വീകരിക്കാൻ അല്ലാഹു തആല റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് അല്ലാഹു അവന്റെ കരങ്ങളെ ഇങ്ങനെ നീട്ടിവെച്ചിരിക്കുന്നു. രാത്രിയാകുമ്പോൾ അല്ലാഹു അവന്റെ കരങ്ങളെ ഇങ്ങനെ ഭൂമിയിലേക്ക് നിവർത്തും. പകലിൽ തെറ്റ് ചെയ്യുന്നവൻ ആരെങ്കിലും ഉണ്ടോ, അവന്റെ തൗബ സ്വീകരിക്കാൻ അല്ലാഹു തആല കൈ നിവർത്തി വെക്കുന്നവനാണ്. പ്രഭാതത്തിൽ അല്ലാഹു തആല കൈ നിവർത്തുന്നതാണ്. രാത്രിയിൽ തെറ്റ് ചെയ്യുന്നവന്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കുവാൻ വേണ്ടി പകല് തെറ്റ് ചെയ്യുന്നവന്റെ തൗബ സ്വീകരിക്കാൻ വേണ്ടി രാത്രിയിലും അല്ലാഹു തആല കൈകൾ ഇങ്ങനെ നിവർത്തി വച്ചിരിക്കുന്നു. അത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ 6 മണിക്കൂർ വരെ അത് മലക്കുകളെ കൊണ്ട് എഴുതാതെ ഇങ്ങനെ പിന്തിപ്പിക്കും അല്ലാഹു. അങ്ങനെ തെറ്റ് ചെയ്ത മനുഷ്യന്റെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ എന്താണ് 6 മണിക്കൂർ സമയം വരെ അവന്റെ ഇടവും വലവും നിൽക്കുന്ന മലക്കുകൾ എഴുതുകയില്ലത്രേ. എന്തിനു വേണ്ടി? ഈ 6 മണിക്കൂറിനുള്ളിൽ ഇവൻ തൗബ ചെയ്താൽ അല്ലാഹു തആല തൗബ സ്വീകരിച്ചവന് പുറത്തു കൊടുക്കാൻ വേണ്ടി. അങ്ങനെ കാരുണ്യവാനായ അല്ലാഹു തആല പിന്തിപ്പിച്ച് അവസാനം അല്ലാഹു തആല 6 മണിക്കൂർ കഴിഞ്ഞിട്ടും തൗബ ചെയ്യുന്നില്ല എങ്കിൽ പിന്നെയാണ് മലക്കുകളോട് കൽപ്പിക്കുന്നത്, മലക്കുകളെ നിങ്ങൾ അവന്റെ തിന്മ ഒന്ന് എഴുതാൻ. അത് ഗുരുതരമാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ തുല്യതയില്ലാത്ത യുഗപുരുഷനായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ്. ഉറക്കെ പറയണം, മഹാനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ്. ലോകത്തുള്ള ഒരു മിമ്പറും അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കാതെ ജുമാ നിസ്കാരം നടന്നു പോകുന്നില്ല. മഹാനവറുകളുടെ പേരുകൾ പരാമർശിക്കാതെ ഒരു ഖുത്ബയും കടന്നു പോകുന്നില്ല. ഈ ലോകത്തെ എന്റെ ഉമ്മത്തിലെ ആദ്യത്തെ സ്വർഗാവകാശി മഹാനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കറിന്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചതുപോലെ ലോകത്തൊരാളുടെയും സമ്പത്ത് എനിക്ക് ഉപകരിച്ചിട്ടില്ല. നബി മുഹമ്മദ് മുസ്തഫ മക്ക എന്ന രാജ്യം മുഴുവനും വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ളവനായ സഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ പുത്ര പിതാവാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഞാൻ അബൂബക്കറിൽ നിന്നും അബൂബക്കർ എന്നിൽ നിന്നും ഉള്ളവനാണ്. ദുനിയാവിൽ മാത്രമല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ, അല്ലാഹുമ്മ ജഅൽനി അബൂബക്കർ മൻസിലതൻ വാഹിദതൻ ഫിൽ ജന്ന ശഫീഉനാ റസൂലുള്ളാഹി. നബി തങ്ങളുടെ ദുആ ഇതാണ്, ഇജ്അൽനി വ അബൂബക്കർ, എന്നെയും അബൂബക്കറിനെയും മൻസിലൻ വാഹിദൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു സ്ഥലത്ത് തന്നെ ഒരുമിപ്പിക്കണേ. ദുനിയാവിൽ ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്താണ്. റൗള ശരീഫിന്റെ വലതുവശത്താണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത്. റൗളയുടെ പരിമളം കേട്ടുകൊണ്ടാണ് മഹാനായ അബൂബക്കറിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. എന്നിട്ടോ നബി തങ്ങൾ പറഞ്ഞു, ഇക്കഴിഞ്ഞ ജുമാദുൽ ഉഖ്റ 22-ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ എന്താണ് ആണ്ട് ദിവസമായിരുന്നു. അദ്ദേഹത്തിന്റെ ആണ്ട് ദിവസമാകുമ്പോൾ
മനസ്സിലാക്കാൻ കുറെ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹം തന്നിട്ടുണ്ട്. ഇത്ര ഈമാനുള്ള മനുഷ്യനാണ്. മക്ക രാജ്യം മുഴുവനും വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള സമ്പന്നനാണ്. മക്കയിലെ ഈത്തപ്പഴത്തോട്ടങ്ങൾ കോടികളും കോടാനുകോടികളും വിലമതിക്കാൻ ഉതകുന്ന തോട്ടങ്ങൾ സ്വന്തമായുള്ള സമ്പന്നനാണ്. അല്ലാഹു തആല ഈ ദീനിനെ ശക്തി പ്രാപിക്കാൻ വേണ്ടി അല്ലാഹു തആല തെരഞ്ഞെടുത്തതായ ഒരു മനുഷ്യനാണ്. മാത്രമല്ല, ലോകത്ത് നടന്ന അത്ഭുതങ്ങളിൽ മഹാ അത്ഭുതമാണ് ഇസ്രാഉം മിഅ്റാജും എന്നുള്ളത്. ഈ ലോകത്ത് അല്ലാഹുവിന്റെ റസൂല് 7 ആകാശവും അർശും കുർശും കടന്നുകൊണ്ട് അല്ലാഹുവിന്റെ ദർബാറിൽ പോയി മുഖാമുഖം സംസാരിച്ച് ഈ വഖത്തിന് 5 വഖത്ത് നിസ്കാരമായി തിരിച്ച് ഭൂമിയിൽ വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവ്വലു മൻ ആമന ബി അബൂബക്കർ, അവ്വലു മൻ ആമന ബി അബൂബക്കർ, എന്നെ ആദ്യമായി വിശ്വസിച്ചവൻ അബൂബക്കറാണ്. അതുകൊണ്ട് അവ്വലു മൻ യദ്ഖുലു മിൻ ഉമ്മത്തി അബൂബക്കർ ശഫീഉനാ റസൂലുള്ളാഹി. ഈ ഉമ്മത്തിൽ നിന്നും ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്നത് മഹാനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ്. ധീരനായിരുന്നു, പക്ഷേ ആള് സൈലന്റാണ്. മഹാന്മാരായ ഈ ഖുലഫാഉർ റാഷിദുകളിൽ 2 പേര് ശാന്തരാണ്. ആരൊക്കെയാണ്? മഹാനായ അബൂബക്കർ സിദ്ദീഖും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. 2 പേര് ശാന്തരാണ്. ഉമർ ഇബ്നുൽ ഖത്താബ്, അലി ഇബ്നു അബി താലിബ്, 2 പേരും ധീരശൂരന്മാരാണ്. അബൂബക്കർ തങ്ങളുടെ അടുക്കലേക്കും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ അടുക്കലേക്കും എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് ചെന്നു കഴിഞ്ഞാൽ അവള് വളരെ രമ്യതയോടെ, സമാധാനത്തോടെ, ശാന്തതയോടെ അത് പറഞ്ഞ് രമ്യമായി തീർക്കുന്ന സ്വഭാവം. അലിയാര് തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബോ പേര് പോലെ തന്നെ ധീരന്മാരാണ്. ഈ നാട്ടിൽ ഒരുപാട് അലിമാരുണ്ട്. കുറെ എവിടെ നോക്കിയാലും ഏത് ഭാഗത്തേക്ക് നോക്കാലും അലി എന്ന് പേരുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഈ നാട്ടിൽ, അല്ലേ? നമ്മുടെ കുറെ എവിടെ ചെന്നാലും നമുക്ക് കാണാം അലി എന്ന് പറയുന്ന പേര് പോലെ തന്നെയാണ്. പേരും മുസമ്മയും ഒത്ത ആളാണ് അലിയാര് തങ്ങൾ. അതുപോലെ ഉമർ തങ്ങളും എന്ത് പ്രശ്നം വന്നാലും വെട്ടൊന്ന് തുണ്ടൻ 2 എന്നുള്ള ഒരൊറ്റ ധീരമായ ചിന്താഗതിയുള്ളവരും ശാന്തരായ സ്വഭാവമുള്ളവരായിരുന്നു അബൂബക്കർ. അബൂബക്കർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ജീവിതത്തിൽ ഹറാമു ഭക്ഷിച്ചിട്ടില്ല. എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഒരു സ്ത്രീ വന്നുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ്. ഒരു വിധവയായ സ്ത്രീയാണ്, വീട്ടുവേലക്കാരിയായ സ്ത്രീയാണ്, അമുസ്ലിമായ സ്ത്രീയാണ്. എല്ലാ ദിവസവും അവർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന നേരത്ത് മഹാനവറുകൾ ചോദിക്കും, അല്ലയോ പെണ്ണേ, ഈ ഭക്ഷണം നീ എങ്ങനെയാണ് സമ്പാദിച്ചത്? അങ്ങനെ ഒരു ദിവസം വിശപ്പിന്റെ കാഠിന്യത്താൽ അത് ചോദിക്കാൻ വിട്ടുപോയി. 1-2 ഉരുള കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, അല്ലയോ അബൂബക്കർ, താങ്കൾ എന്താണ് ഇന്ന് ഈ ഭക്ഷണത്തെ കുറിച്ച് അന്വേഷിക്കാതിരുന്നത്? ഉടനെ ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞത്, ജാഹിലിയ കാലഘട്ടത്തിൽ ഞാൻ മന്ത്രങ്ങൾ നടത്തി കിട്ടിയ പൈസ കൊണ്ട് വാങ്ങിയ ഭക്ഷണമാണ് അബൂബക്കറെ ഇന്ന് താങ്കൾ കഴിച്ചെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതാ കൈവിരലുകൾ വായിലേക്കിട്ട് ഉള്ളിൽ പോയ 2 ഉരുള ഭക്ഷണം ഛർദിച്ച് കളയുകയാണ് ഉണ്ടായത്. അത്ര സൂക്ഷ്മതയുള്ള മഹാനാണ്. പിന്നെയോ ഒരാളുടെയും ഗീബത്ത് പറയില്ല, നമീമത്ത് പറയില്ല, കളവ് പറയില്ല, സത്യം മാത്രമേ അവിടുന്ന് പറയുകയുള്ളൂ. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് സത്യസന്ധനായ അടിമയെന്ന് അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ സിദ്ദീഖ് എന്നാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത്. സത്യസന്ധനാണ്. ഒരാളുടെയും ഗീബത്തോ നമീമത്തോ കുറ്റമോ പരദൂഷണമോ ഏഷണിയോ പറയാതിരിക്കാൻ പതിവായി മഹാനവറുകളുടെ വായിൽ ഒരു കല്ലുണ്ടായിരുന്നത്രേ.
അബൂബക്കർ തങ്ങൾ എപ്പോഴും വായിൽ ഇങ്ങനെ ഒരു കല്ലിട്ട് കൊണ്ട് നടക്കും. കല്ല്, നല്ല വെള്ളാരം കല്ല്. ഇറങ്ങി പോകരുതട്ടെ, ഉസ്താദ് പറഞ്ഞു വായിൽ കല്ലിട്ടോ, അബൂബക്കർ കല്ലിട്ടു എന്ന് പറഞ്ഞ ഇനി ആരും പോയി കല്ലൊന്നും ഇടാൻ നിൽക്കണ്ട. അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ് ഇങ്ങനെ മാർബിൾ പോലെ ഉരുണ്ട നല്ലൊരു കല്ല് അദ്ദേഹം വായിലിടും. എന്തിനു വേണ്ടിയാ നബി തങ്ങൾ പറഞ്ഞു, മൻ സമത നജാ, മൗനം പാലിച്ച മുസ്ലിമേ നീ വിജയിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൗനം പാലിച്ചത് കൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ബുദ്ധിമാന്റെ ഹൃദയത്തിന്റെ പിന്നിലാണ് അവന്റെ നാവ്. എന്ത് കാര്യം കണ്ടാലും ബുദ്ധി കൊണ്ടവൻ ചിന്തിക്കും, അതിനുശേഷമേ അവൻ സംസാരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അബൂബക്കർ എന്ത് പറഞ്ഞാലും അതുപോലെ തന്നെ അത് സംഭവിക്കണമെന്നാ. അത്ര ഗുരുതനാണ്, അത്ര ഗൗരവമുള്ള പൗരുഷമുള്ള സത്യസന്ധനാണ് അബൂബക്കർ സിദ്ദീഖ്. ഈ ഉമ്മത്തിലെ ഒന്നാമനാണ്. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ അബൂബക്കറിൽ നിന്നുള്ളതും അബൂബക്കർ എന്നിൽ നിന്നുള്ളതുമാണ്. ദുനിയാവിൽ നബി തങ്ങളുടെ അടുക്കൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് പോലെ നാളെ പരലോകത്ത് വിജയൽനി വ അബൂബക്കർ മൻസിലൻ വാഹിദൻ ഫിൽ ജന്നah. ദുനിയാവിൽ ഞാനും അബൂബക്കറും അടുത്തടുത്താണ്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും ഒരുപോലെ ചേർന്ന് നിന്നവനാണ്. ഹിറാ ഗുഹയിൽ ആരുമില്ലാത്ത മരുഭൂമിയിൽ അതാ മണലാരുണ്യത്തിൽ കണ്ടൽ കാടുകൾ താണ്ടിക്കൊണ്ട്, മരുഭൂമികൾ താണ്ടിക്കൊണ്ട്, ശത്രുക്കളെ ഭയന്നുകൊണ്ട് ഹിറാ ഗുഹയിൽ ചെന്നപ്പോഴും എനിക്ക് സംരക്ഷണ വലയം തീർത്തത് മഹാനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ്. പണ്ടുള്ള കാരണന്മാരും മക്കൾക്ക് അബൂന്ന് പേരിടും. എന്തിനാ അബൂന്ന് പേരിടണേ? നന്നായി വന്ന അബൂബക്കർ, മോശമായ അബൂജാഹില്. ഇവിടെ അല്ലേട്ടോ ചില നാടുകളിലൊക്കെ ഒരു തമാശക്ക്. അപ്പൊ ഇങ്ങനെ അബൂബക്കർ എന്ന് പറഞ്ഞാൽ സത്യസന്ധനാണ്, ധീരനാണ്. നബി തങ്ങളോട് വിനയം കൊണ്ട് അവിടത്തെ ഹൃദയം തുടിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് നബി തങ്ങൾ പറയുന്നത് എപ്പോഴും കേൾക്കാറുണ്ട്, സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരൻ എന്റെ ഖലീലാണ്. നബി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് വളരെ പ്രസിദ്ധമാണ്. എന്താണ്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ ഇപ്രകാരം കാണാം, നരകത്തെ തടയുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് മഹാനവറുകൾ അവിടുത്തെ ശിഷ്യന്മാരോട് പറയുന്നത് കാണാം. 15 കാര്യങ്ങൾ നിങ്ങൾ പതിവാക്കിയാൽ 15 കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താമെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അവ നിർബന്ധമായും അനുഷ്ഠിക്കണം. അവയിൽ 5 നിങ്ങളുടെ നാവ് കൊണ്ടുള്ളതാണ്. ഇനി പറയാൻ പോകുന്ന 15 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം സ്വർഗത്തിൽ വസിക്കാൻ പറ്റുന്നതാണ്. എന്താണത്? അതിനകത്ത് 5 അവന്റെ വായ കൊണ്ടുള്ളതാണ്. മാത്രമല്ല 5 അവന്റെ ശരീരം കൊണ്ടുള്ളതാണ്. 5 അവന്റെ ഹൃദയം കൊണ്ടുള്ളതാണ്. ഈ 15 കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന മുസ്ലിമേ, നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തൊക്കെയാണ് ആ 15 കാര്യങ്ങൾ? നാവ് കൊണ്ടുള്ള 5 കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. ഈ ദിക്ർ പതിവാക്കുന്നവർ ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്. അല്ലാഹു സ്വർഗ്ഗത്തിൽ സിദ്ദീഖ് തങ്ങളുടെ കൂടെ ആ സഹോദരനെ എത്തിക്കുമാറാവട്ടെ. ഇത് പതിവാക്കുക. നമ്മുടെ സ്വർഗ്ഗത്തിൽ നമ്മൾ പോകാനുള്ള നിബന്ധനകളിൽ അല്ലെങ്കിൽ പ്രത്യേകതകളിൽ ചെയ്യേണ്ട അമലുകളിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഇതവന്റെ നാവ് കൊണ്ട് പതിവാക്കുന്ന മുസ്ലിമേ, നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇനി നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന 5 കാര്യങ്ങൾ ഏതാ? അത് നിസ്കാരമാണ്. 5 വഖത്ത് നിസ്കാരം പതിവായി നിസ്കരിക്കുന്ന മുസ്ലിമേ, നിനക്കുള്ള പ്രതിഫലം അത് സ്വർഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗമാണ് നിസ്കാരത്തിന്റെ അസ്സലാത്തു മിഫ്താഹുൽ ജന്ന. സ്വർഗത്തിനൊരു താക്കോലുണ്ട്, ആ താക്കോല് നിസ്കാരമാണ്. ഈ പള്ളിക്കൊരു താക്കോലുണ്ട്, അത് തുറന്നാലാണ് പള്ളിക്കകത്തേക്ക് കയറാൻ പറ്റൂ. ഇന്നലി കുല്ലി ശൈഇൻ ഉഖദത്തുൻ. ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും ഒരു താക്കോലുണ്ട്, ഒരു പൂട്ടുണ്ട്. സ്വർഗത്തിന്റെ താക്കോൽ എന്നത് സ്വർഗത്തിന്റെ താക്കോൽ അത് നിസ്കാരമാണ്. മരിച്ച മഹ്ശറയിലേക്ക് ചെന്ന് വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകാൻ പറയുമ്പോൾ സ്വർഗം പോയി തുറക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ അതിന്റെ താക്കോല് വേണം. അത്തഹൂർ, ശുദ്ധി എന്നത് അതെന്താണ്? നിസ്കാരത്തിന്റെ താക്കോൽ. നിസ്കാരത്തിലേക്ക് ഒരാൾ കടക്കണമെങ്കിൽ ഒളുവാകുന്ന താക്കോൽ അവന്റെ കയ്യിൽ വേണം. നിസ്കാരം എന്ന താക്കോലുണ്ടെങ്കിൽ അവന് സ്വർഗത്തിലേക്ക് കയറാൻ എളുപ്പമാണ്. നബി തങ്ങൾ പഠിപ്പിക്കുന്നു, ശരീരം കൊണ്ട് ചെയ്യുന്ന 5 കാര്യങ്ങൾ അത് 5 വഖത്ത് നിസ്കാരമാണ്. ശഫീഉനാ റസൂലുള്ളാഹി. ഇപ്പോൾ 5 10 കാര്യങ്ങൾ പറഞ്ഞു. ഇനിയുള്ള 5 കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. മഹാനായ ഹൃദയം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട 5 കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 5 യുഗ പുരുഷന്മാരെ നിങ്ങൾ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക എന്നതാണ്. സ്വർഗത്തിൽ പോകാനുള്ള 15 കാര്യങ്ങളിൽ ഒന്ന് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ആ ദിക്ർ പതിവായി ചൊല്ലാം. 2-5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുക. 5-ാമതാണ് ലാസ്റ്റുള്ള 5 കാര്യത്തിൽ മർമ്മപ്രധാനമാണ്. 5 യുഗ പുരുഷന്മാരെ നിന്റെ കൽബ് കൊണ്ട് നീ സ്നേഹിക്കണം. 5 യുഗ പുരുഷന്മാരെ നീ സ്നേഹിക്കണം. അതിൽ ഒന്നാമത്തത് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. രണ്ടാമത് പറയുന്നു അബൂബക്കർ സിദ്ദീഖ്, അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ്, അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അമീറുൽ മുഅ്മിനീൻ അലി ബിൻ അബി താലിബ്. ഈ 5 യുഗ പുരുഷന്മാരെ നിന്റെ ഹൃദയം കൊണ്ട് നീ സ്നേഹിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ പോകാനുള്ള വഴി തുറന്നു തരുമെന്നാണ് ലോകത്ത് തമാശയ്ക്ക് പോലും കളവ് പറയാത്ത അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഈ അടുത്ത് വന്ന ഇന്നത്തെ മാധ്യമത്തിലുണ്ടായിരുന്നതാണ്, ഇന്നത്തെ പത്രത്തിൽ കണ്ടതാണ്. ലോക ജനസംഖ്യയേക്കാൾ വേഗത്തിൽ വളരുന്ന മതവിഭാഗമാണ് ഇസ്ലാം. ലോക ജനസംഖ്യയേക്കാൾ കൂടുതൽ സ്പീഡിൽ വളരുന്ന മഹത്തായ ഒരു മതമാണ് ഇസ്ലാം. ഇന്നത്തെ പത്രത്തിലുണ്ട് 2050 ആകുമ്പോഴേക്കും ലോകത്ത് മുസ്ലിങ്ങളുള്ള 1ാമത്തെ രാജ്യമായി ഇന്ത്യ രാജ്യം മാറുമെന്നാണ് കണക്ക്. 2050 ആകുമ്പോ ഇന്ത്യ രാജ്യം ലോക മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ വസിക്കുന്ന രാജ്യമെന്ന ബഹുമതി ഇന്ത്യ രാജ്യത്തിനാകുമെന്നാണ്. പിന്നെയോ ഈ ഇന്ത്യ രാജ്യം ഇപ്പോൾ 3ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുള്ള ഒരു രാജ്യം അത് ഇന്തോനേഷ്യയാണ്. 98% മുസ്ലിമീങ്ങളാണ്. വെറും 2% മാത്രമാണ് ഹിന്ദുക്കളുള്ളത്. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുള്ള 1ാമത്തെ രാജ്യം അത് പാകിസ്ഥാനാണ്.
എന്നാൽ ഇന്ത്യ രാജ്യത്ത് 2050 ആവുമ്പോഴേക്കും ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങളുടെ വർധനവ് അതിഗുരുതരമായ അതിനിപുണമായ രീതിയിൽ ഇങ്ങനെ മുസ്ലിമിന്റെ വളർച്ചയെ മോശമായി കാണുന്ന ഇവിടുത്തെ ഭരണാധികാരികളിൽ നിന്നും അക്രമങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ഇക്കഴിഞ്ഞ ക്രിസ്മസിന് 750 അക്രമങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വർഷത്തിൽ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലും അക്രമമുണ്ടായി. ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താനുള്ള വ്യഗ്രതയാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളെ വേട്ടയാടുന്നത്. ന്യൂനപക്ഷങ്ങളോടുള്ള അസൂയയാണ്. ഇസ്ലാമിന്റെ വളർച്ചയെ കുറിച്ചുള്ള പേടിയാണ്. അതുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ബറക്കത്തുകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ഈമാൻ ഒരു തട്ടിലും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഈമാൻ മറ്റൊരു തട്ടിലും വച്ചാൽ ഉമറിന്റെ ഈമാനാണ് താഴ്ന്നു നിൽക്കുക. ശ്രദ്ധിക്കണം, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും ഈമാൻ ഒരു തട്ടിൽ, മറ്റേ തട്ടിൽ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമറിന്റെ ഈമാൻ മറ്റൊരു തട്ടിലും വച്ചാൽ ഉമറിന്റെ ഈമാനിനാണ് കനം കൂടുതൽ. ഇനി ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും ഈമാനും ഉമർ തങ്ങളുടെ ഈമാനും ഒരു തട്ടിലും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ മറ്റൊരു തട്ടിലും വച്ചാൽ എല്ലാവരെക്കാളും ശക്തിയുള്ള ഈമാൻ മഹാനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ്. ആ മഹാനിന്റെ ഈമാനിന്റെ പവർ കൊണ്ടാണ് ദീൻ ഇത്രയും പ്രകാശിച്ചത്. അല്ലാഹു തആല നമ്മുടെ ഇസ്സത്ത് നിലനിർത്താൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.